ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 15/6/2023 എക്സാം നടന്നിട്ടുള്ള ഏകദേശം 12ഓളം പോസ്റ്റുകളിലേക്കുള്ള എക്സാമിൻ്റെ ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 73/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരുപാട് പോസ്റ്റുകളിലേക്ക് നടന്നിട്ടുള്ള ഒരു എക്സാമാണിത്. ഇതിൽ കൂടുതലായിട്ടും ഫസ്റ്റ് ഗ്രേഡിൻ്റെയും സെക്കൻഡ് ഗ്രേഡിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരുന്നത്. സോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. 12ഓളം പോസ്റ്റുകളിലേക്കുള്ള എക്സാമാണ് ഇതുണ്ടായിരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ കർവേച്ചർ ഓഫ് എർത്ത് സർഫസ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഓൺലി ഇഫ് ദ എക്സ്റ്റെൻഡ് ഓഫ് സർവേ ഈസ് മോർ ദാൻ. എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ, ആ സർവേക്ക് എത്ര എക്സ്റ്റെൻഡ് ഓഫ് ഏരിയ ഉണ്ടെങ്കിലാണ് നമ്മൾ എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ 260 സ്ക്വയർ കിലോമീറ്റർ ആണ്. നമുക്കറിയാം ഇങ്ങനത്തെ സർവേനെയാണ് ജിയോഡിറ്റിക് സർവേ എന്ന് പറയുക. ഇതിനേക്കാൾ താഴെ വരുന്ന സർവേനെ നമ്മൾ പ്ലെയിൻ സർവേയിങ് എന്നാണ് പറയുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഫോളോഡ് ടു പ്രിവെന്റ് അക്യുമുലേഷൻ ഓഫ് എറർ അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർവേയിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ ടു വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ്. ബാഡ് റേഞ്ചിങ് കാരണം ഉണ്ടാകുന്ന എറർ ഏതാണ്? അത് ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യുമുലേറ്റീവ് പോസിറ്റീവ് വരാൻ കാരണം? നമുക്കറിയാം ബാഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിൽ നിന്ന് റേഞ്ചിങ് റോഡ് മാറി നിൽക്കുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ലെങ്ത് കൂടുകയേ ചെയ്യുള്ളൂ. ലെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, എറർ പോസിറ്റീവ് ആണ്. ആൻഡ് ഇതൊരിക്കലും കോമ്പൻസേറ്റ് ചെയ്യാത്തൊരു എററാണ്, എപ്പോഴും ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എറർ ആയതുകൊണ്ടാണ് അത് ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഹാസ് ആംഗിൾ നോട്ട് ലെസ് ദാൻ ആൻഡ് മോർ ദാൻ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ന്റെയും 120ന്റെയും ഇടയ്ക്കുള്ള ആംഗിളിനാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയാം. സോ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഹാസ് ആംഗിൾ നോട്ട് ലെസ് ദാൻ 30 ആൻഡ് നോട്ട് മോർ ദാൻ 120 ഡിഗ്രി. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ 30 മീറ്റർ ചെയിൻ. 30 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവും? അത് 150 ലിങ്ക്സ് ആണ്. 20 മീറ്റർ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ 100 ലിങ്ക്സ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് സൺ അറ്റ് നൂൺ അറ്റ് എ പ്ലേസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ഈസ് 150 ഡിഗ്രി, ദെൻ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് ദ പ്ലേസ് ഈസ്. നൂണിലുള്ള സണ്ണിന്റെ മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിൽ 150 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് ദ പ്ലേസ് എത്രയാണ്? ആ പ്ലേസിലുള്ള മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 30 ഡിഗ്രി ഈസ്റ്റ് ആണ്. എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണറ്റ് നൂൺ ആംഗിള് അപ്രോക്സിമേറ്റ്ലി 150 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണ് നിൽക്കുന്നത് എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന്, നമ്മൾ സൗത്തിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സണ്ണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും. അപ്പോൾ സൗത്തിൽ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 150 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സണ്ണ് നിൽക്കുന്ന പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ബെയറിങ്ങും ട്രൂ ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ട്രൂ ബെയറിങ്ങിൽ നിന്ന് ഈ സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ ഇത് ട്രൂ ബെയറിങ്ങിന്റെ അല്ലെങ്കിൽ ട്രൂ മെറീഡിയന്റെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 30 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 point പ്രോബ്ലം ആൻഡ് 3 point പ്രോബ്ലം ആർ മെത്തേഡ് ഓഫ്. 2 point പ്രോബ്ലം 3 point പ്രോബ്ലവും എന്തിന്റെ മെത്തേഡാണ്? റിസെക്ഷൻ മെത്തേഡാണ്. നമുക്കറിയാം റിസെക്ഷന്റെ മാത്രം മെത്തേഡല്ല, ഈ റിസെക്ഷൻ ചെയ്യുന്നതോട് കൂടി തന്നെ അത് ആ ടേബിൾ ഓറിയന്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഓറിയന്റേഷൻ ആൻഡ് റിസെക്ഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഈസ് ആൻ ഓഡ് ഇൻസ്ട്രുമെന്റ് വിത്ത് റിഗാർഡ് ടു ലെവലിംഗ്. ലെവലിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിൽ ഓഡ് ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ പ്ലാനിമീറ്റർ ആണ്. നമുക്കറിയാം പ്ലാനിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു ഷീറ്റിലുള്ള ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പ്ലാനിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദ റെക്കഗ്നൈസൻസ് ഓഫ് ഏരിയ ഈസ്.
ഒരു ഏരിയയുടെ റെക്കഗ്നൈസൻസ് സർവേ നടത്താൻ വേണ്ടിയിട്ട് ലെവലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇത് ഫ്ലൈ ലെവലിംഗ് ആണ്. നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ ലെവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലെവലിംഗ് ആണ് ഫ്ലൈ ലെവലിംഗ്. ആ ഫ്ലൈ ലെവലിംഗിൽ എന്താണ്, നാലാമത്തെ ഫുഡ് സ്ക്രൂ ആയിട്ടുള്ള ഐ പീസിന്റെ തൊട്ട് താഴെയുള്ള സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്ട്രുമെന്റിനെ ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലൈ ലെവലിംഗ് ചെയ്യുന്നത്. സോ റെക്കഗ്നൈസൻസ് സർവേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് സർവേ എന്ന് പറയുന്നത് ഫ്ലൈ ലെവലിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ്. ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള അടുത്തടുത്ത് നിൽക്കുന്ന കോണ്ടൂർ ലൈൻസ്, ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ ലൈന് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് സ്റ്റീപ്പ് സ്ലോപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ തിയോഡലൈറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി ആക്യുറേറ്റ്ലി. തിയോഡലൈറ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തിയോഡലൈറ്റ്. സോ ആൻസർ ഓപ്ഷൻ സി, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എനി ക്ലോസ്ഡ് ട്രാവേഴ്സ് ഇഫ് ദ സർവേ വർക്ക് ഈസ് കറക്റ്റ് ദെൻ. ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിൽ സർവേ വർക്ക് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓൾജിബ്രിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഈക്വൽ ടു 0. ശരിയാണ്, സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു 0 ആയിരിക്കും. ആൾജിബ്രിക് സം ഓഫ് ഡിപ്പാർച്ചർ ഷുഡ് ബി ഈക്വൽ ടു 0. ആൾജിബ്രിക് സം ഓഫ് ഡിപ്പാർച്ചർ 0 ആയിരിക്കും. സം ഓഫ് നോർത്തിങ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് സൗത്തിങ്. അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ടു തിയോഡലൈറ്റ് മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് ഓഫ് കർവ് ഇൻവോൾവ്സ്. ടു തിയോഡലൈറ്റ് മെത്തേഡിൽ കർവ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടു തിയോഡലൈറ്റ് മെത്തേഡിൽ എന്ത് മെഷർമെന്റ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആൻസർ. ആംഗുലാർ മെഷർമെന്റ്സ് മാത്രമേ ഉള്ളൂ. ടു തിയോഡലൈറ്റ് മെത്തേഡിൽ രണ്ട് പൊസിഷനിൽ വെച്ചുകൊണ്ട് തിയോഡലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആംഗിളുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. എന്നിട്ട് അതിന്റെ ലൈൻ ഓഫ് സൈറ്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് കർവിന്റെ പോയിന്റ്സ് വരുന്നത്. അങ്ങനെയാണ് ടു തിയോഡലൈറ്റ് മെത്തേഡ് ചെയ്യുന്നത്. ഇതിൽ ആംഗുലാർ മെഷർമെന്റ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ കർവ് ഓഫ് വേരിയിങ് റേഡിയസ് ഈസ് നോൺ ആസ്. ഒരു കർവിന്റെ റേഡിയസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കർവിന് പറയുന്ന പേര് ട്രാൻസിഷൻ കർവ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് എർത്ത് വർക്ക് കമ്പ്യൂട്ടഡ് ബൈ പ്രിസ്മോയിഡൽ ഫോർമുല ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ട്രപ്പിസോയിഡൽ ഫോർമുല. ട്രപ്പിസോയിഡൽ ഫോർമുലയും പ്രിസ്മോയിഡൽ ഫോർമുലയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എർത്ത് വർക്ക് കാൽക്കുലേഷനിൽ അതിന്റെ വോളിയം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രിസ്മോയിഡൽ ഫോർമുലേനെ അപേക്ഷിച്ച് ട്രപ്പിസോയിഡൽ ഫോർമുലേനെ അപേക്ഷിച്ച് പ്രിസ്മോയിഡൽ ഫോർമുലയുടെ വോളിയം ഓഫ് എർത്ത് വർക്ക് കൂടുതലായിരിക്കോ കുറവായിരിക്കോ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, ലാർജ് ആയിരിക്കും. അപ്പോൾ പ്രിസ്മോയിഡൽ ഫോർമുലയിലൂടെ നമ്മൾ എടുക്കുന്ന എർത്ത് വർക്കിന്റെ വോളിയം കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ട്രപ്പിസോയിഡൽ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, മീൻ സീ ലെവൽ അറ്റ് എനി പ്ലേസ് ഈസ് ദി ആവറേജ് ഡാറ്റം ഓഫ് ഹവർലി ടൈഡ് ഹൈറ്റ് ഒബ്സർവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് നിയർലി. മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ എത്ര വർഷം നമ്മൾ ഹവേർലി ടൈഡിന്റെ ആവറേജ് വേരിയേഷൻ എടുക്കുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 19 ഇയേഴ്സ് ആണ്. അതിന്റെ ഡെഫിനിഷനിൽ വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. 19 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ടൈഡിന്റെ ഹവറിലുള്ള വേരിയേഷൻ എടുത്തിട്ട് ഓരോ ഹവറിലും വരുന്ന ടൈഡ് വേരിയേഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ആവറേജ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ഇതിൽ 19 ഇയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ 20 ഇയേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ഫ്രം ദ ഫീൽഡ് ഒബ്സർവേഷൻ സം ഓഫ് ദ കമ്പ്യൂട്ടേഷൻസ് ആർ ഇൻഡിക്കേറ്റഡ് ബിലോ. അപ്പോൾ താഴെ 4 കമ്പ്യൂട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗിൽ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് താഴെയുള്ള ഓപ്ഷനുകളെ ക്രമീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ബെയറിംഗ് ഓഫ് ഈച്ച് ട്രാവേഴ്സ് ലെഗ്, കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് എറർ, ബാലൻസിങ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്, കാൽക്കുലേഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഫസ്റ്റ് വൺ, അതായത് കമ്പ്യൂട്ടേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ബെയറിംഗ് ഓഫ് ഈച്ച് ട്രാവേഴ്സ് ലെഗ്. ഓരോ ട്രാവേഴ്സ് ലെഗിന്റെയും റെഡ്യൂസ്ഡ് ബെയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കാണും. അതായത് ഫോർത്ത് ഓപ്ഷൻ ആണ് അടുത്തത്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ആ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ എറർ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ എററിന് നമ്മൾ ക്ലോസിംഗ് എറർ എന്ന് പറയും. സോ ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് എറർ. ദെൻ ബാലൻസിങ് ദ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്. അതിനുശേഷമാണ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് 1, 4, 2, 3 എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് മോഡേൺ GPS ടെക്നോളജി. മോഡേൺ GPS ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്? കൈനമാറ്റിക് പൊസിഷനിങ് ടെക്നിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് EDM, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് മൈക്രോ പ്രൊസസർ. EDMന്റെയും ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും മൈക്രോ പ്രൊസസറിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഏതാണ്? ടോട്ടൽ സ്റ്റേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ.
ടോട്ടൽ സ്റ്റേഷന്റെ ഡിസഡ്വാൻറ്റേജ് ഏതാണ്? ഫുൾ GIS ക്രിയേഷൻ, ഓട്ടോമേഷൻ ഓഫ് ഓൾഡ് മാപ്പ്, ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട്, ദ ഇൻസ്ട്രുമെന്റ് ഈസ് കോസ്റ്റ്ലി. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻസ്ട്രുമെന്റ് വളരെ കോസ്റ്റ്ലി ആണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് വളരെ കോസ്റ്റ്ലി ആണ്. അടുത്തത് മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെയാണ്. കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അടുത്തത് ഇൻ ലോങ് ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ, ദ ലെങ്ത് ഓഫ് ലോങ് വാൾ ഈസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാൾസ് ആൻഡ്. ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ പിന്നെ ലെങ്ത് ഓഫ് ലോങ് വാൾ എന്ന് പറയുന്നത് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസും പിന്നെ എന്തുമാണ് എന്നാണ്. അതായത് ഹാഫ് ദ ബ്രെഡ്ത്ത് ഓഫ് വാൾ ഓൺ ഈച്ച് സൈഡ്. അതായത് ലോങ് വാൾ എടുക്കുമ്പോൾ നമുക്കറിയാം രണ്ട് സൈഡിലുള്ള വാളിന്റെ സെന്റർ ടു സെന്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും ഹാഫ് ആണ് ഉണ്ടാവുക. ആ ഹാഫിന്റെയും കൂടെ അഡീഷനെയാണ് ലോങ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഫോർ സ്റ്റീൽ വർക്ക് ഇൻ റോൾഡ് സ്റ്റീൽ സെക്ഷൻ, ദാറ്റ് ഈസ് ഇൻ RS ജോയിസ്റ്റ്, ഫ്ലാറ്റ്, ടീസ്, ആംഗിൾസ് ആൻഡ് ചാനൽസ് ഈസ്. സ്റ്റീൽ വർക്കിന്റെ റോൾഡ് സ്റ്റീൽ സെക്ഷന്റെ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഏതാണെന്നുള്ളതാണ് ആൻസർ. ക്വിന്റൽസ് ആണ്. ഓക്കെ, വെയിറ്റിലാണ് അത് എടുക്കുന്നത്. ഇനി ദ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഫോർ AC ഷീറ്റ് റൂഫിംഗ്, ആസ്പെറ്റോ സിമെന്റ് ഷീറ്റ് റൂഫിംഗിന്റെ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് എന്താണെന്നുള്ളതാണ്. സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലോസ് ഓഫ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ബൈ ഇറ്റ്സ് ബിക്കമിംഗ് ഔട്ട് ഓഫ് ഡേറ്റ് ഇൻ സ്റ്റൈൽ, ഇൻ ഡിസൈൻ, ഇൻ സ്ട്രക്ചർ എക്സെട്ര ഈസ് കോൾഡ് ആസ്. ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റൈൽ കാരണം അല്ലെങ്കിൽ ഔട്ട് ഇൻ ഡിസൈൻ കാരണം ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന്, ലോസ് ആവുന്നതിന് പറയുന്ന പേര് ഒബ്സലസൻസ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ബിൽഡിംഗ് ആഫ്റ്റർ ഇറ്റ്സ് വർക്കിംഗ് ടെന്യൂർ വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് ഈസ് നോൺ ആസ്. ഒരു പ്രോപ്പർട്ടി അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാതെ അതിൻ്റെ പീരീഡ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന വാല്യൂന്ന് പറയുന്ന പേര് സാൾവേജ് വാല്യൂ എന്നാണ്. ആഫ്റ്റർ ഡിസ്മാൻഡ്ലിംഗ് ആണെങ്കിൽ അതിനെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയും. ദ റേറ്റ് ഓഫ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ഫോർ 100 m³ പെർ പെർസെൻറ്റേജ് ക്യൂം ഇൻ കേസ് ഓഫ്. 100 ക്യൂമിൽ റേറ്റ് ഓഫ് പേയ്മെന്റ് പറയുന്ന വർക്ക് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എർത്ത് വർക്ക് എക്സ്കവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. താഴെ കൊടുത്തിട്ടുള്ള മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷന് വേണ്ടിയിട്ട് 4 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതിവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയും. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് തന്നിട്ടുണ്ട്. പിന്നുള്ളത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. സിങ്കിങ് ഫണ്ട് മെത്തേഡും ഇതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ദെൻ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡുകളാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിലില്ലാത്ത മെത്തേഡ് ഏതാണ്? ഇയേഴ്സ് പർച്ചേസ് മെത്തേഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജനറലി വൈൽ സ്പെസിഫൈങ് ഫോർ എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, ട്രെഞ്ചസ്, ഡ്രെയിൻസ് എക്സെട്ര, ലെഡ് ഈസ് സ്പെസിഫൈഡ് ആസ്. എത്രയാണ് എർത്ത് വർക്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ട്രെഞ്ചൊക്കെ എടുക്കുമ്പോൾ ലെഡ് കൊടുക്കാറുള്ളത് എന്നാണ്. ഇതിന്റെ ആൻസർ 30ഉം 50ഉം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എന്നാലും നമ്മൾ PSCക്ക് സാധാരണയായിട്ട് 30 ആണ് ആൻസർ ആയിട്ട് വരാറുള്ളത്. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ആൻസർ ആയിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും ITI ലെവലിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മീറ്റർ ആണ് കൂടുതലായിട്ടും ആൻസർ വരാറുള്ളത്. ഇവിടെയും പിന്നെ ആൻസർ കീയിൽ, പ്രൊഫഷണൽ ആൻസർ കീയിൽ 30 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ ആനുവൽ പീരീഡ് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി ഈസ് നോൺ ആസ്. ഒരു ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് കൊടുക്കുന്ന ആനുവൽ പീരിയോഡിക് റീപേയ്മെന്റിന് പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ആന്വിറ്റി എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറപ്റ്റീവ് റോക്സ് were formed by cooling of hot molten mass called magma. ഇറപ്റ്റീവ് റോക്ക് ഉണ്ടാവുന്നത് മാഗ്മ കൂൾ ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ, ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക്. ട്രാപ്പ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ട്രാപ്പ് ഒരു ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് ആണ്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അടുത്തത്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഗെയിൻസ് അബൌട്ട് 40% ഓഫ് ഇറ്റ്സ് ഫൈനൽ സ്ട്രെങ്ത് ഇൻ 3 days ആൻഡ് 70% ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത് ഇൻ 28 days. ആദ്യത്തെ 3 ദിവസം കൊണ്ടാണ് 40% അച്ചീവ് ചെയ്യുന്നത് എന്നും 28 ഡേയ്സിൽ 28 ഡേയ്സിലാണ് 70% ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഡ്യൂ ടു ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് കാരണമാണ്, മുഴുവനായിട്ടെന്നാണ് ഇവിടെ പറയുന്നത്, എൻറ്റയർലി ഡ്യൂ ടു ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്നാണ്. അത് ശരിയല്ല. ഇനീഷ്യൽ സെറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോർട്ട്ലാൻഡ് സിമെന്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് എന്നുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനാണ്. കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് ഈസ് ഗിവൺ. താഴെ കൊടുത്തിട്ടുള്ളത് ബ്രിക്കിന്റെ കോമ്പോസിഷൻ ആണ്, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. നമുക്കറിയാം സിലിക്കയാണ് ഇതിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള കണ്ടന്റ് ബ്രിക്കിലുള്ളത്. സോ 150 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 50 to 60% ആണ് വരിക. 1 ആണ്. ദെൻ അലൂമിന എന്താണ്, ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കറിയാം ബ്രിക്കിലുള്ള. പക്ഷേ അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 20 to 30% ആയിരിക്കും. സോ 2 വിൽ ബി 3. ഓക്കെ. ദെൻ ലൈം 2 to 5% ആണ്. ദാറ്റ് ഈസ് 3 ഈസ് 2. ആൻഡ് മഗ്നീഷ്യ ലെസ് ദാൻ 1% ആണ്. 4 1 വരും. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ക്യുക്ക് ലൈം ഈസ് ഓൾസോ കോൾഡ് ആസ്. ക്യുക്ക് ലൈമിന്റെ മറ്റൊരു പേര് കോസ്റ്റിക് ലൈം എന്ന് പറയും. കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ്. VB കൺസിസ്റ്റോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓരോന്നിന്റെയും കോമ്പോസിഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ഹാസ് C3A കണ്ടന്റ് ബിലോ 5%. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാർജർ ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സർ ദ ഗ്രേഡിംഗ്, ദ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ഗിവൺ വർക്കബിലിറ്റി. അതിലുള്ള അഗ്രിഗേറ്റിന്റെ സൈസ് മാക്സിമവും ഗ്രേഡിംഗ് കോഴ്സറും ആണ് എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ എമൗണ്ട്, ഒരു വർക്കബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിന്റെ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ്ഡ്. അതായത് വാട്ടറിന്റെ എമൗണ്ട് കുറവ് മതി ഇഫ് ദി സൈസ് ഓഫ് ദി അഗ്രിഗേറ്റ് ഈസ് മോർ ആൻഡ് കോഴ്സർ ദ ഗ്രേഡിംഗ്. Then crushing of fibers running transversely during the growth of tree due to strong wind is known as. Strong wind കാരണം ഫൈബേഴ്സിന്, അതായത് ടിമ്പറിലുള്ള ഫൈബേഴ്സിന് ക്രഷിങ് വരുന്നുണ്ടെങ്കിൽ, ട്രാൻസ്വേഴ്സ്ലി ക്രഷിങ് വരുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന ഡിഫക്റ്റിന്റെ പേരെന്താണ്? അതിനെയാണ് അപ്സെറ്റ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ IS 14315 1995 മാക്സിമം തിക്നെസ് ഓഫ് കൊമേഴ്ഷ്യൽ വിനീർ. കൊമേഴ്ഷ്യൽ വിനീറിന്റെ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് 6 mm ആണ്. ദ നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് ഓർ ആർ ഗിവൺ ബിലോ. മാച്ച് ലിസ്റ്റ് 1 and 2. താഴെ കൊടുത്തിട്ടുള്ളത് നോൺ ഫെറസ് മെറ്റലും അതിന്റെ ഓറും ആണ്. അത് കറക്റ്റ് ആയിട്ട് പിന്നെ മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് കാൽക്കോപൈറൈറ്റ് ആണ്. സിങ്കിന്റെ ഓർ എന്ന് പറയുന്നത് ബ്ലാക്ക് ജാക്ക് ആണ്. ദെൻ ലെഡിന്റെ ഓർ എന്ന് പറയുന്നത് ഗലീനയാണ്. ടിന്നിന്റെ ഓർ എന്ന് പറയുന്നത് കാസിറ്ററൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ടെർമിനേറ്റിംഗ് എ വാൾ വിത്ത് അൾട്ടർനേറ്റീവ് കോഴ്സസ് പ്രൊജക്ടിങ് ഈസ് നോൺ ആസ്. അൾട്ടർനേറ്റീവ് കോഴ്സസ് പ്രൊജക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒരു വാളിനെ ടെർമിനേറ്റ് ചെയ്യുക, അതിന് പറയുന്ന പേര് ടൂത്തിങ് എന്നാണ്. പീസ് ഓഫ് ടിമ്പർ ഇൻ ഡോർ ഓർ വിൻഡോ ഫിക്സഡ് ഇൻ എൻ ഇൻക്ലൈൻഡ് പൊസിഷൻ വിത്തിൻ എ ഫ്രെയിം. ഒരു ഫ്രെയിമിൽ പിന്നെ ടിമ്പറിന്റെ പീസ്, ഡോറിലായാലും വിൻഡോയിലായാലും ടിമ്പറിന്റെ പീസ് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ലോവേഴ്സ് എന്ന് പറയാം. ലോവേർഡ് ഡോർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ എന്താണ്, എയർ നമുക്ക് കിട്ടും, വെന്റിലേഷൻ നമുക്ക് കിട്ടും. എന്നാൽ ഒബ്സ്ട്രക്ഷൻ എന്താണ്, വിസിബിൾ അല്ല, എപ്പോഴും വിസിബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, ആ ലോവേഴ്സ് തിരിച്ചുകൊണ്ട് വിസിബിൾ ആക്കാം. ഓക്കെ, സോ അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ അടുത്തൊരു കോഡൽ പ്രൊവിഷൻ ആണ്. ദ എൻഡ് ബിയറിംഗ് ഫോർ ലിൻഡൽസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ. ഒരു ലിൻഡലിന്റെ എൻഡ് ബിയറിംഗിന്റെ അളവ് എപ്പോഴും എന്തിനേക്കാൾ കൂടുതലായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 1, 2 and 4. അതായത് ഒന്നെങ്കിൽ 100 mm ആയിരിക്കണം, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ലിൻഡൽ ആയിരിക്കണം, മോർ ദാൻ ഡെപ്ത് ഓഫ് ലിൻഡൽ ആയിരിക്കണം, അല്ലെങ്കിൽ മോർ ദാൻ 100 mm ആയിരിക്കണം, അല്ലെങ്കിൽ 1/12 ഓഫ് ദി സ്പാൻ ആയിരിക്കണം. ഈ 3 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 to ലിസ്റ്റ് 2. താഴെ കൊടുത്തിട്ടുള്ളതിൽ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനാണ്. ദെൻ
ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നോക്കുക, ബാറ്റൻസ്, പർലിന്, ഹിപ്പ് റാഫ്റ്റർ, വാലി റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ. ഇത് എന്താണെന്നാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ബാറ്റൺ എന്ന് പറയുന്നത് മെമ്പേഴ്സ് നെയിൽ ടു റാഫ്റ്റർ ടു ഗീവ് സപ്പോർട്ട് ഫോർ ദ റൂഫ് കവറിംഗ് മെറ്റീരിയൽ, റൂഫ് കവറിംഗ് മെറ്റീരിയലിന് വേണ്ടി. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാറ്റൺ, പർലിൻ, ഹിപ്പ് റാഫ്റ്റർ, വാലി റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇതിൽ ബാറ്റൺ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ബാറ്റൺ എവിടെ വെച്ചിട്ടുണ്ടാവുക? റൂഫ് കവറിങ്ങിന്റെ തൊട്ട് താഴെയാണ് ബാറ്റൺ ഇരിക്കുന്നുണ്ടാവുക. സോ മെമ്പേഴ്സ് നെയിൽ ടു ദ റാഫ്റ്റർ, റാഫ്റ്ററിലേക്കാണ് നെയിൽ ചെയ്തിട്ടുണ്ടാവുക. ടു ഗീവ് സപ്പോർട്ട് ഫോർ ദി റൂഫ് കവറിംഗ് മെറ്റീരിയൽ, റൂഫ് കവറിംഗ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്റൺസ് ഉപയോഗിക്കുന്നത്. ദെൻ പർലിൻ, പർലിൻ എന്താണ്? മെമ്പേഴ്സ് സപ്പോർട്ടഡ് ബൈ ദ ട്രസ് ഓർ വാൾ ആൻഡ് ആർ യൂസ് ടു സപ്പോർട്ട് ദി കോമൺ റാഫ്റ്റർ. കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് പർലിൻ എന്നുള്ളത്. സ്റ്റീൽ ട്രസ്സിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാം റാഫ്റ്ററിന് മുകളിലായിട്ടാണ് പർലിൻ ഉണ്ടാവുക. എന്നാൽ മരത്തിന്റെ ഒക്കെ കേസിൽ എന്താണ് പർലിന് കോമൺ റാഫ്റ്ററുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഹിപ്പ് റാഫ്റ്റർ? ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫ്റ്റർ വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദ കോർണർ. അല്ലേ, ഹിപ്പ് എന്ന് പറഞ്ഞാൽ റിഡ്ജിൽ നിന്ന് കോർണറിലേക്ക് റൺ ചെയ്യുന്ന, വാളിന്റെ കോർണറിലേക്ക് റൺ ചെയ്യുന്ന റാഫ്റ്റർ ആണ് ഹിപ്പ് റാഫ്റ്റർ. ദെൻ വാലി റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഫ്റ്റർ വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ഈവ്. വാലി റാഫ്റ്റർ റിഡ്ജിൽ നിന്ന് ഈവിലോട്ടാണ് എന്ത് ചെയ്യുക കൊടുത്തിട്ടുണ്ടാവുക. വാലി റാഫ്റ്റർ, വാലി റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ വാലീസിൽ വരുന്ന റാഫ്റ്റർ, അതാണ് ഉദ്ദേശം. റിഡ്ജ് ടു ഈവ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജാക്ക് റാഫ്റ്റർ ഹിപ്പിൽ നിന്ന് വാലിയിലേക്കാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇതാണ് ജാക്ക് റാഫ്റ്റർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ IS 456/2000 കോൺക്രീറ്റിന്റെ കോഡാണ്. ദ മിനിമം പീരീഡ് ബിഫോർ സ്ട്രൈക്കിംഗ് ഫോം വർക്ക് ഫോർ സോഫിറ്റ് ഫോം വർക്ക് ടു ബീംസ്. ഒരു ബീമിന്റെ സോഫിറ്റ് ഫോം വർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പ് എത്ര ദിവസം ആ ഫോം വർക്ക് അങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണ്. IS 456/2000 പ്രകാരം 7 days ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് പോസ്റ്റ് ടെൻഷനിങ് ഇൻ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ്. പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിൽ പോസ്റ്റ് ടെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഫ്രൈസിനെറ്റ് സിസ്റ്റം, മാഗ്നൽ ബാൾട്ടൺ സിസ്റ്റം, ബോർൽ ആൻഡ് ഹാർഡ് സിസ്റ്റം, ലീ മെക്കാൾ സിസ്റ്റം. ഓക്കെ, 4 സിസ്റ്റവും എന്താണ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിൽ പോസ്റ്റ് ടെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡീപ്പ് ഫൗണ്ടേഷൻ? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഡീപ്പ് ഫൗണ്ടേഷൻ ഏതാണ്? നമുക്കറിയാം വെൽ ഫൗണ്ടേഷനും പൈൽ ഫൗണ്ടേഷനും ആണ് ഡീപ്പ് ഫൗണ്ടേഷൻ. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓൺലി 3 and 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഓഫ് ഗുഡ് സ്റ്റെയർ കേസ്? ഒരു ഗുഡ് സ്റ്റെയർ കേസിന്റെ റിക്വയർമെന്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വിഡ്ത്ത് ഓഫ് ലാൻഡിംഗ് ഷുഡ് ബി ലെസ് ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ. വിൻഡർ ഷുഡ് നോട്ട് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. അതാണ് ഇതിൽ റിക്വയർമെന്റ് അല്ലാത്തത് കേട്ടോ. Then the slope of stairs should never exceed 40 degree and should not be flatter than 25 degree. The maximum number of steps in a flight is 12 degree. ബാക്കിയൊക്കെ ഒരു ഗുഡ് സ്റ്റെയർ കേസിന്റെ റിക്വയർമെന്റ് ആണ്. വിൻഡേഴ്സ് ഷുഡ് നോട്ട് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ എന്നുള്ളതാണ് റിക്വയർമെന്റ് അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഷോറിംഗ് ഈസ് എ കൺസ്ട്രക്ഷൻ ഓഫ് എ പെർമനന്റ് സ്ട്രക്ചർ ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഷോറിംഗ് ഒരു പെർമനന്റ് സ്ട്രക്ചർ അല്ല, ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ്. ദെൻ ദ മെത്തേഡ് ഓഫ് അണ്ടർപിന്നിംഗ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ഫൗണ്ടേഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഓർ എനി അതർ ഇൻഫ്രാസ്ട്രക്ചർ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് പോയിന്റിങ്ങുകൾ തന്നിട്ടുണ്ട്. ഫ്ലഷ് പോയിന്റിംഗ്, റിസസ്ഡ് പോയിന്റിംഗ്, സ്ട്രക്ക് പോയിന്റിംഗ്, വെതേർഡ് പോയിന്റിംഗ്. So first one, flush pointing. Flush pointing എന്ന് പറഞ്ഞാൽ ഏതാണ്? Mortar is pressed hard in the raked joints. അതാണ് flush pointing. Then recessed pointing, mortar is pressed back by 5 mm or more from the edges. Then struck pointing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the face of pointing is kept inclined with its upper edge pressed inside the face by 10 mm. Then weathered pointing, this is made by making a projection in the form of V shape. So ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്ഡ് ഇൻ ദി ഗിവൺ ബീം ഓഫ് സ്പാൻ 4 meter. 4 meter സ്പാനിൽ അതിന്റെ മുകളിൽ ഒരു UDL കൊടുത്തിട്ടുണ്ട് 20 kN/m.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. എങ്ങനെ വന്നത് നോക്കാം. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിൻ്റെ മുകളിലൊരു UDL വന്നിട്ടുണ്ട്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL²/8 ആണ്. സോ W എന്ന് പറഞ്ഞാൽ 20 × L 4 സ്പാന് തന്നിട്ടുണ്ട്, 4²/8. സോ ആൻസർ വിൽ ബി 40 kN മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാമിന ഷോൺ ഇൻ ദ ഫിഗർ. ഈ കൊടുത്തിട്ടുള്ളതിൽ പിന്നെ ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം എക്സ് ഇതൊരു സിമെട്രിക്കൽ ലാമിന ആയതുകൊണ്ട് തന്നെ എക്സ് എന്നുള്ളത് എന്തായിരിക്കും 100/2 50 ആയിരിക്കും. സോ 50 എക്സ് വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഇനി വൈ കണ്ടുപിടിക്കാം. ഇതിനെ 2 പോർഷനാക്കി ഡിവൈഡ് ചെയ്യുക. സോ താഴത്തെ സ്ക്വയർ, താഴത്തെ റെക്റ്റാങ്കിൾ ഒരു പോർഷനും മുകളിലത്തെ റെക്റ്റാങ്കിൾ മറ്റൊരു പോർഷനായിട്ടും എടുക്കുക. സോ ഇതിൽ വൈ ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 പോർഷനാക്കി കൺസിഡർ ചെയ്യുക. സോ താഴത്തെ പോർഷനെ നമുക്ക് 100/20 എന്നുള്ള ആ പോർഷനും ദെൻ 10/50 എന്നുള്ള രണ്ടാമത്തെ പോർഷൻ. അപ്പോൾ ആദ്യത്തേൽ വൈ ബാർ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 20/2, ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിൽ നമ്മൾ പിന്നെ y2 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ സെൻട്രോയിഡ് എവിടെ കിടക്കുന്നുണ്ടാവുക, താഴത്തെ എക്സ് ആക്സിസിൽ നിന്ന്, താഴത്തെ ആക്സിസിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് വിൽ ബി 20 + 50/2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 45 mm എന്ന് കിട്ടും. സോ ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് A1 y1 ബാർ പ്ലസ് A2 y2 ബാർ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ A1 + A2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 17 mm എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഡിഫോർമേഷൻ ഈസ് കോൾഡ് ആസ് സ്ട്രെസ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഡിഫോർമേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ്, ആ ബോഡി കൊടുക്കുന്ന ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസിനാണ് സ്ട്രെസ് എന്ന് പറയുക. ദെൻ കംപ്രസീവ് സ്ട്രെസ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെക്ഷൻ ഓഫ് എ മെമ്പർ അഗെയിൻസ്റ്റ് ആൻ ഇൻക്രീസ് ഇൻ ലെങ്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വുഡൻ ടൈ ഈസ് 75 mm wide, 150 mm deep and 1.5 meter long. It is subjected to an axial pull. ഒരു ആക്സിയൽ പുള്ളാണ് വന്നിട്ടുള്ളത്. Of 45,000 Newton. The stretch of the member is found to be 0.6380 meter. Find the stress developed in the member. അപ്പോൾ അവിടെ സ്ട്രെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രെസ് നമുക്കറിയാം എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഇവിടെ 45,000 Newton എന്ന് തന്നിട്ടുണ്ട്. 45,000 ഡിവൈഡഡ് ബൈ ഏരിയ എത്ര വരിക, 75 × 150. ഓക്കെ, 75 mm വൈഡും 150 mm ഡെപ്തുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 75/150 എടുക്കുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എടുത്താൽ ആൻസർ ഓപ്ഷൻ സി കിട്ടും, 4 Newton/mm² എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എ 900 mm diameter pipe contain a fluid at a pressure of 2.5 Newton/mm². If the safe stress in tension is 100 Newton/mm², safe stress 100 Newton എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മിനിമം തിക്നെസ് ഓഫ് ദ പൈപ്പ്. പൈപ്പിന്റെ മിനിമം തിക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു PD/2T എന്നാണ്. സോ സ്ട്രെസ് ഇവിടെ തന്നിട്ടുണ്ട് 100 Newton/mm². 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ 2.5 Newton തന്നിട്ടുണ്ട്. 2.5 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് D 900 ഡിവൈഡ് ബൈ 2 × T. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് എത്ര കിട്ടും, 11.25 mm എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ഫൈബേഴ്സ് ഇൻ ന്യൂട്രൽ ലെയർ ഓഫ് ബീം അണ്ടർ സിമ്പിൾ ബെൻഡിങ് ഈസ് ഓൾവേസ് സ്ട്രെസ്ഡ്. സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ റിസൾട്ടന്റ് പുൾ ഓർ ത്രസ്റ്റ് ഓൺ എ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ബീം അണ്ടർ പ്യൂർ ബെൻഡിങ് ഈസ് 0. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഓഫ് എ റെക്ടാങ്കുലർ ബീം 100 mm wide subjected to a maximum shear force of 50,000 Newton. The maximum shear stress being 3 Newton/mm². മാക്സിമം ഷിയർ സ്ട്രെസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദ ബീം. ബീമിന്റെ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങണമെങ്കിലും ഡെപ്ത് ഓഫ് ദ ബീം ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മാക്സിമം ഷിയർ സ്ട്രെസ് ഇവിടെ 3 Newton/mm² എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ടോമാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോമാക്സ് ഇസ് ഈക്വൽ ടു 3/2 VU/BD എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയാം ടോമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഷിയർ സ്ട്രെസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഈസ് ഈക്വൽ ടു
3/2 VU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. 50,000 ഡിവൈഡഡ് ബൈ B ഇൻറ്റു ഡി. ബിക്ക് റെക്ടാങ്കുലർ ബീം 100 മീറ്റർ വൈഡ് തന്നിട്ടുണ്ട്. ഡി ആണ് അൺനോൺ ആയിട്ടുള്ളത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡി കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 250 mm എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സെക്ഷൻ മോഡുലസ് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ ഓഫ് 150 mm വൈഡ് ആൻഡ് 200 mm ഡീപ്പ്. ഇപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സെക്ഷൻ മോഡുലസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാൻ BD²/6 ചെയ്താൽ മതി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, 10 lakh. ദെൻ ഫൈൻഡ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് ഇൻ ദ ഗിവൺ കാൻലിവർ ബീം AB. ഈ കാൻലിവർ ബീമിൻ്റെ മാക്സിമം ഷിയർ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഷിയർ ഫോഴ്സ് ഇത് കാൻലിവർ ബീം ആയതുകൊണ്ട് ഫിക്സഡ് എൻഡിലാണ് ഉണ്ടാവുക. സോ 15 കൊടുത്തിട്ടുണ്ട്, 16 കൊടുത്തിട്ടുണ്ട്, രണ്ട് ഫോഴ്സുകൾ. സോ മാക്സിമം ഷിയർ എത്രയായിരിക്കും? 50 + 60 ദാറ്റ് ഈസ് 110 kN ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് ഡിഫ്ലക്ഷൻ ഓർ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ അപ്ലൈഡ് ലോഡ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ട് കേപ്പബിൾ എന്നല്ല വേണ്ടത്, കേപ്പബിൾ ഓഫ് എന്നാണ് വേണ്ടത്. അപ്പോൾ അതന്നെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ ദ പ്ലാസ്റ്റിസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ചേഞ്ച് സം ഡിഗ്രി ഓഫ് പെർമനന്റ് ഡിഫോർമേഷൻ വിത്തൗട്ട് ഫെയിലിയർ. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ഫ്ലാറ്റൻഡ് ഇൻ ടു ദ ഷീറ്റ്സ് വിത്തൗട്ട് ക്രീക്കിംഗ് ബൈ ഹോട്ട് ഓർ കോൾഡ് വർക്കിംഗ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് എനേബിൾസ് ടു ഡ്രോ ഇറ്റ് ഔട്ട് ഇൻ ടു തിൻ വയേഴ്സ്. മൈൽഡ് സ്റ്റീൽ ഇസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ ബാക്കിയൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റിഫ്നെസിന്റെ ഡെഫിനിഷൻ കൊടുത്തതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോം ഓഫ് precipitation in which frozen raindrops cooled to the ice stage while falling through air at sub-freezing temperature is termed as. ഒരു sub-freezing temperatureലൂടെ ഫ്രോസൺ റെയിൻ ഡ്രോപ്ലെറ്റ്സ് ഐസ് സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് precipitation ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ലിറ്റ്. ദെൻ റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ടു ഫുൾ സപ്ലൈ ഓഫ് കനാൽ. മീൻ സപ്ലൈ ടു ഫുൾ സപ്ലൈയുടെ റേഷ്യോനെ നമ്മൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയും. ഓക്കെ, അടുത്തത്, എ ക്രോപ്പ് വിച്ച് റിക്വയർസ് ഇറിഗേഷൻ ത്രൂ ഔട്ട് ദ ഇയർ ഈസ് കോൾഡ് ആസ്. ഒരു വർഷത്തിൽ മുഴുവനായിട്ടും ഇറിഗേഷൻ ആവശ്യമുള്ള ക്രോപ്പിന് പറയുന്ന പേര്, അതിനെയാണ് നമ്മൾ ഗാർഡൻ ക്രോപ്സ് എന്ന് പറയാം. വെറ്റ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ ആവശ്യമുള്ള ക്രോപ്പിനെ വെറ്റ് ക്രോപ്പ് എന്നും ഇറിഗേഷൻ ആവശ്യമില്ലാത്ത ക്രോപ്പിനെ ഡ്രൈ ക്രോപ്പ് എന്നും പറയും. ഓക്കെ, ദെൻ ദ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഇൻ വിച്ച് നോ കനാൽസ് ആർ കൺസ്ട്രക്റ്റഡ്. കനാൽ കൺസ്ട്രക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഇറിഗേഷൻ, അത് ഇനണ്ടേഷൻ ഇറിഗേഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, പ്രോസസ് ഓഫ് കവറിംഗ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ലൈക്ക് ഫാബ്രിക്, സ്റ്റോൺ എക്സെട്ര ഫോർ റെഡ്യൂസിംഗ് ലോസ് ഓഫ് സോയിൽ മോയ്സ്ചർ. സോയിൽ മോയ്സ്ചർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മുൾച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൈൻ ഇൻ എ ഡാം സെക്ഷൻ വിത്തിൻ എ ഡാം സെക്ഷൻ ബിലോ വിച്ച് ദർ ആർ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിത്തിൻ ദ ഡാം. ഒരു ഡാമിൽ ഫോം ചെയ്യുന്ന പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഒരു ലൈനിന്റെ താഴെ ആയിരിക്കും പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവുക. സോ ആ ലൈനിന് പറയുന്ന പേര് സീപ്പേജ് ലൈൻ എന്നും ഫ്രിയാറ്റിക് ലൈൻ എന്നും സാച്ചുറേഷൻ ലൈൻ എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഡിവൈഡ് വാൾ ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ കൊടുത്തിട്ടുള്ളത് ഡിവൈഡ് വാളിനെ സംബന്ധിച്ചാണ്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഡിവൈഡ് വാൾ ഇൻസിഡന്റ്ലി സെർവ്സ് വൺ ഓഫ് ദ സൈഡ് വാൾ ഓഫ് ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ ആയിട്ട് ഇതിന്റെ ഒരു സൈഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് സ്ട്രക്ചർ പ്രിവെന്റ്സ് ക്രോസ് കറന്റ് ആൻഡ് ഫ്ലോ പാരലൽ ടു ദ വിയർ. ക്രോസ് കറന്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റിൽ പോക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് കനാൽ ഹെഡ് റെഗുലേറ്റർ. കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിലായിട്ടൊരു സ്റ്റിൽ പോക്കറ്റ് ഫോം ചെയ്യും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 1, 2 and 3 ആർ കറക്റ്റ്. കോർ ഡെപ്ത് ഓഫ് ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ്റെ കോർ ഡെപ്ത് എത്രയാണ്? 165 mm ആണ്. ദെൻ ദ ഷേപ്പ് ഓഫ് റഷ്യൻ ചാനൽ ആസ് പെർ ലൈസീസ് തിയറി. ലൈസീസ് തിയറി പ്രകാരം റഷ്യൻ ചാനലിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളതാണ്. ലൈസീസ് തിയറി പ്രകാരം സെമി എലിപ്റ്റിക്കൽ ആണ്. കെനഡീസ് തിയറി പ്രകാരം ട്രപ്പിസോയിഡൽ ഷേപ്പാണ് റഷ്യൻ ചാനലിന് വരിക. Then the total area which can be economically irrigated from an irrigation system without considering the limitation of quantity of water available. So, ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഇറിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എത്ര ഏരിയ ഓഫ് ലാൻഡ് എക്കണോമിക്കലി ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ
ഡിഫൈൻ ചെയ്യുന്നത് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്നാണ്. ഓക്കെ, എത്രത്തോളം ഒരു ഇറിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയാം. അടുത്തത് ഡാഷ് റോളേഴ്സ് ആർ ഐഡിയലി സ്യൂട്ടഡ് ഫോർ കൊഹസീവ് സോയിൽ. കൊഹസീവ് സോയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോളർ ഷീപ്പ് ഫുട്ട് റോളറാണ്. എ കാസ്റ്റ് ഇൻ സിറ്റു പൈൽ ഗ്രേറ്റർ ദാൻ ഡാഷ് ഡയമീറ്റർ ഇസ് ജനറലി ടേംഡ് ആസ് പിയർ. ഒരു കാസ്റ്റ് ഇൻ സിറ്റു പൈല് എത്ര ഡയമീറ്ററിന്റെ മുകളിലാവുമ്പോഴാണ് അതിന് പിയർ എന്ന് വിളിക്കുന്നത്? ആൻസർ 0.6 മീറ്റർ ആണ്. ദെൻ ദ കൺസോൾട്ടേഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ എക്സ്പൾഷൻ ഓഫ് വാട്ടർ ഫ്രം വോയിഡ്സ് ഓഫ് സോയിൽ ഈസ് ടേംഡ് ആസ്. വാട്ടർ എക്സ്പെൽ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന കൺസോൾട്ടേഷൻ അതിന് പറയുന്നത് പ്രൈമറി കൺസോളിഡേഷൻ എന്നാണ്. Then in primary classification of unified soil classification system, the letter M represent. യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ എം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ്, അത് സിൽറ്റിനെയാണ്. ഓക്കെ, ദെൻ ക്ലേയി സോയിൽ ഷോസ് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടർ ഡ്യൂ ടു. ഒരു ക്ലേയി സോയിൽ അതിന്റെ പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടർ കാണിക്കാനുള്ള കാരണം അഡ്സോർബ്ഡ് വാട്ടർ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കാപ്പിലറി റൈസ് ഇൻ സിൽറ്റ് ഈസ് യൂഷ്വലി ഇൻ ബിറ്റ്വീൻ. ഒരു സിൽറ്റിൽ കാപ്പിലറി റൈസ് ഉണ്ടാവുന്നത് എത്ര വരെയാണ് എന്നുള്ളതാണ്, അത് 1 to 10 meters വരെയാണ്. For Darcy's law to be valid in soil, Reynolds number of flow through soil should be less than. Darcy's law soil വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എത്രയാണ് അതിന്റെ റെയ്നോൾഡ്സ് നമ്പർ വരേണ്ടത്? ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. For determination of plastic limit of soil, it is air dried and sieved through sieve size. പ്ലാസ്റ്റിക് ലിമിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മൈക്രോൺ സീവിലൂടെ കടത്തിവിട്ടിട്ടാണ് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ആൻസർ 425 മൈക്രോൺ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ് ടു ഡിറ്റർമിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ അനാലിസിസ്. പൈക്കണോമീറ്റർ നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. Okay, in which of the following method in determination of water content acetylene gas is employed? Acetylene gas ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡിലാണ് എന്നുള്ളതാണ്. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഏത് മെത്തേഡിലാണ് അസെറ്റിലിൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്? ആൻസർ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. Which among the following is the material best suited for railway ballast? റെയിൽവേ ബല്ലാസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ബ്രോക്കൺ സ്റ്റോൺ ആണ് അല്ലേ. ഷോക്ക് ആൻഡ് വൈബ്രേഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കൺ സ്റ്റോൺസ് ആണ് ബല്ലാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. റെയിൽവേ യാർഡ്സ് ഇൻ വിച്ച് വാഗൺസ് ആർ പുഷ്ഡ് അപ് ടു സമ്മിറ്റ് ബൈ എൻജിൻ ആൻഡ് അലൗഡ് ടു ഗ്രാവിറ്റേറ്റ് ഡൗൺ ദ സ്ലോപ്പ് ഈസ് നോൺ ആസ്. ഏത് റെയിൽവേ യാർഡാണ്, ഏത് ടൈപ്പ് ഓഫ് റെയിൽവേ യാർഡാണ് വാഗൺസിന് സമ്മിറ്റ് വരെ പുഷ് ചെയ്യുകയും അതിനുശേഷം ഗ്രാവിറ്റിയിൽ കടന്നു വരാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ ഹംപ് യാർഡാണ്. Then which of the following is not used as a material for tunnel lining? ടണൽ ലൈനിങ്ങിന് ഉപയോഗിക്കാത്ത മെറ്റീരിയൽ ഏതാണ്? അത് കാസ്റ്റ് അയൺ ആണ്. ബാക്കിയൊക്കെ നമ്മൾ സിമെന്റ് മോട്ടാറും ബ്രിക്കും സ്റ്റോണും ഒക്കെ ടണൽ ലൈനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫ്ലെക്സിബിൾ പേയ്മെന്റ്. ഫ്ലെക്സിബിൾ പേയ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് വൺ, സ്ട്രെങ്ത് ഓഫ് സബ്ഗ്രേഡ് സോയിൽ ഇൻഫ്ലുവൻസ് ഡിസൈൻ തിക്നെസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Then flexible payment resist load because of its flexural strength. ഫ്ലെക്സറൽ സ്ട്രെങ്ത് കാരണമാണ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്താണ്? ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ കാരണമാണ് ലോഡ് പിന്നെ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്ലെക്സിബിൾ പേയ്മെന്റ് undergoes deformation under loading. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ മാക്സിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് ഒക്കേഴ്സ് ഇൻ ദ ടോപ്പ് ലെയർ ഓഫ് ദ പേയ്മെന്റ്. ശരിയാണ്, ടോപ്പ് ലെയറിലാണ് മാക്സിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് ഉണ്ടാവുക. അപ്പോൾ 1, 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആസ് പെർ IRC മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ ഷുഡ് ബി. ഓവർടേക്കിംഗ് സോൺ എങ്ങനെയാണ് പിന്നെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ടേംസിൽ പറയുക എന്നുള്ളതാണ്. 3 into ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following are the reason for extra widening of carriage on horizontal curve? ഹൊറിസോണ്ടൽ സർക്കുലർ കേർവ്സിൽ എക്സ്ട്രാ വൈഡനിങ് കൊടുക്കാനുള്ള റീസൺ എന്താണ്? First one, to account for off tracking of vehicles at curve. വെഹിക്കിൾസ് ഓഫ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സൈക്കോളജിക്കൽ റീസൺ ഫോർ ഡ്രൈവർ, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കർവ് തിരിയുമ്പോൾ ചില സൈക്കോളജിക്കൽ റീസൺസ് കാരണം എക്സ്ട്രാ വൈഡനിങ് ആവശ്യമാണ്. ദെൻ ഫോർ എസ്തെറ്റിക് അപ്പിയറൻസ് ശരിയായിട്ടുള്ളതല്ല. ഫോർ പ്രൊവൈഡിങ് ഓവർടേക്കിംഗ് സോൺ ഇൻ കർവ്, കർവിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. Then low viscosity bitumen applied over a granular base for laying bituminous mix over it is known as.
ഒരു ബിറ്റുമിനസ് മിക്സ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോ വിസ്കോസിറ്റി ബിറ്റുമിൻ, ഗ്രാനുലാർ ബേസിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ലോ വിസ്കോസിറ്റി ബിറ്റുമിൻ, അതിന് ആദ്യത്തെ കോട്ടാണ്, നമ്മൾ പ്രൈം കോട്ട് എന്ന് പറയും. ദെൻ സ്പേസ് ഫോർ സർവീസിങ്, ഓവർഹോളിംഗ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റ് റിപ്പയർ ചെയ്യാനും സർവീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഹാങ്ങർ എന്നാണ്. Percentage of time during which the use of runway system is not restricted because of an excessive crosswind component is known as. അതിന് നമ്മൾ യൂസബിലിറ്റി ഫാക്ടർ എന്നാണ് പറയുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഇൻ ബ്രിഡ്ജസ്, കോമ്പണന്റ് ദാറ്റ് ട്രാൻസ്ഫർ ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു സബ്സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന്, മുകളിൽ നിന്ന് സബ്സ്ട്രക്ചറിലേക്ക് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കോമ്പണന്റ് ഏതാണ്? അതിന് നമ്മൾ ബെയറിംഗ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് എക്സസ് ക്ലോറിൻ യൂഷ്വലി വെൻ ദർ ഇസ് എൻ എപ്പിഡമിക്. എപ്പിഡമിക് ഉള്ള സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സസ് ക്ലോറിന് പറയുന്ന പേര് സൂപ്പർ ക്ലോറിനേഷൻ. ഹാർഡ്നെസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സൾഫൈറ്റ്, ക്ലോറൈഡ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇൻ വാട്ടർ. കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫൈറ്റ്സും ക്ലോറൈഡും നൈട്രേറ്റും ഒക്കെ വരുന്ന അത് കാരണം ഉണ്ടാക്കുന്ന ഹാർഡ്നെസ്, അതിനെ നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ് എന്നാണ് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഗ്രാവിറ്റി ടൈപ്പ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ? റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ക്ലീനിങ് ഈസ് ബൈ അജിറ്റേഷൻ ആൻഡ് ബാക്ക് വാഷിംഗ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ അജിറ്റേഷൻ ബാക്ക് വാഷിംഗ് കാരണമാണ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് ക്ലീനിങ് ഈസ് 2 to 3 months. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലെസ് എഫിഷ്യന്റ് ഇൻ റിമൂവൽ ബാക്ടീരിയ കമ്പയർ ടു സ്ലോ സാൻഡ് ഫിൽറ്റർ. സ്ലോ സാൻഡ് ഫിൽറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് എഫിഷ്യന്റ് ആണ്. കറക്റ്റ് ആണ്. Schmutzdecke layer formed around the filter media plays crucial role in filtration. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 and 3. ചേംബർ കൺസ്ട്രക്റ്റഡ് ഇൻ സീവർ ലൈൻ ഫോർ മെയിൻ്റനൻസ്, ഇൻസ്പെക്ഷൻ ആൻഡ് ക്ലീനിങ് ഈസ്. മെയിൻ്റനൻസിനും ഇൻസ്പെക്ഷനും ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചേംബറിന് പറയുന്ന പേര് മാൻ ഹോൾ എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ മെത്തേഡ് ഫോർ സീവേജ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാത്തത് ഏതാണ്? സീവേജിന് ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഗ്രിറ്റ് ചേംബർ. ബാക്കിയൊക്കെ എന്താണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്? ട്രിക്ലിംഗ് ഫിൽറ്റർ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, എയറേറ്റഡ് ലഗൂൺ. ഓപ്ഷൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പൈപ്പ് അപ്പർട്ടനൻസസ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ? ബാക്കിലോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാൽവ് ഏതാണ്? റിഫ്ലക്സ് വാൽവ് ആണ്. സീവറേജ് സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് സീവേജ് ആൻഡ് സ്റ്റോം വാട്ടർ ടേക്ക് ഇൻ ടു സിംഗിൾ സീവർ. ഒറ്റ സീവറിലൂടെ സീവേജിനെയും സ്റ്റോം വാട്ടറിനെയും എടുക്കുന്നതിനെ കമ്പൈൻഡ് സിസ്റ്റം എന്നാണ് പറയുക. ദെൻ മാച്ച് ദ ഫോളോയിങ്. കോളം 1 ഉം 2 ഉം കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഡെഡ് എൻഡ് സിസ്റ്റം, ഗ്രിഡ് എൻഡ് സിസ്റ്റം, റിംഗ് സിസ്റ്റം ആൻഡ് റേഡിയൽ സിസ്റ്റം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോ ഫ്രീ സർക്കുലേഷൻ ഓഫ് വാട്ടർ, അല്ലേ? ഫ്രീ സർക്കുലേഷൻ ഉണ്ടാവില്ല, ഡെഡ് എൻഡ് ആണ്, ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യും. ദെൻ ഗ്രിഡ് അയൺ സിസ്റ്റത്തിൽ എന്താണ്? ആക്ച്വലി ഗ്രിഡ് അയൺ സിസ്റ്റത്തിൽ ലോങ്ങർ ലെങ്ത് ഓഫ് പൈപ്പ് വേണം. ഗ്രിഡ് അയണിൽ എല്ലായിടത്തും വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്താണ്? പൈപ്പിന്റെ ലെങ്ത് കൂടുതലായിട്ട് ആവശ്യമില്ല. ദെൻ റിംഗ് സിസ്റ്റം ആണെങ്കിൽ മെയിൻസ് പ്രൊവൈഡഡ് അറൌണ്ട് ദ പെരിഫറി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുടെ പെരിഫറിയിലാണ് റിംഗ് സിസ്റ്റത്തിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ടാവുക. റേഡിയൽ സിസ്റ്റം നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് പല ഭാഗത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയേഴ്സ് അറ്റ് ദ സെന്റർ ഓഫ് ദി ഡിഫറെന്റ് സോൺസ്. എങ്ങോട്ടൊക്കെയാണോ കൊടുക്കേണ്ടത് സെൻട്രലായിരിക്കും റിസർവോയർ ഉണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സെപ്റ്റിക് ടാങ്ക്? സെപ്റ്റിക് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്തത് ഏതാണ്? സെഡിമെന്റേഷൻ ടാങ്ക് വിത്ത് പ്രൊവിഷൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ഡൈജഷൻ ഓഫ് സ്ലഡ്ജ്. ശരിയാണ്, സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ടാവും. ഡൈജഷൻ ഓഫ് സ്ലഡ്ജ് ഈസ് ഡൺ ബൈ എയ്റോബിക് ബാക്ടീരിയ ഇൻസൈഡ് ദ ടാങ്ക്. ടാങ്കിൽ എയ്റോബിക് ബാക്ടീരിയ കാരണമാണ് ഡൈജഷൻ ഉണ്ടാവുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അനൈറോബിക് ബാക്ടീരിയയാണ് സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടാവുക, അല്ലേ? Periodic cleaning of septic tank is required as accumulation of sludge can be decreased the capacity of the tank. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Effluent from septic tank can be taken to sock pit for disposal. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which of the following is not a method of aeration adopted for treatment of raw water? റോ വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത എയറേഷൻ മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ എയറേഷൻ്റെ മെത്തേഡ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്, ആഡിങ് എയർ എൻട്രെയിനിങ് ഏജൻസ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം കുറേ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാച്ച് ദ കോളം 1 and 2 കൊടുത്തുകൊണ്ടൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചത്. അപ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോകും. ഇപ്പം 5 എണ്ണം മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആണ് ശരിക്കത്, പക്ഷെ അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോകും. എന്നാൽ ക്വസ്റ്റ്യൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചെയ്ത് ഇങ്ങനത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എന്നാലേ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.